ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ബെൻസേ. നീ ഓർമ്മ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. അപ്പൊ ഗൈസ്, നമ്പർ 1 ബ്രാൻഡുകൾ ചേർത്തലയിൽ ഒന്നിക്കുകയാണ്. ലോകത്തിലെ നമ്പർ 1 ബ്രാൻഡായിരിക്കുന്ന വോൾവോയും അതുപോലെ കേരളത്തിലെ നമ്പർ 1 ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന വണ്ണസ് ട്രാവൽസും ഇതാ ഒന്നിക്കുകയാണ്. അതെ ഗൈസ്, നിങ്ങൾ കാത്തിരുന്ന സംഘമാണ് വോൾവോ 9600. അങ്ങനെ നമ്മുടെ വണ്ണസ് ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുകയാണ്. 2 വോൾവോകളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാം. കൊല്ലം ബാംഗ്ലൂർ റൂട്ടിലേക്കാണ് ഈ ഒരു ബസ് സർവീസ് നടത്തുക എന്ന് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 വണ്ടികളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വോൾവോ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ വണ്ണസ് ട്രാവൽസിൻ്റെ വോൾവോ അതൊരു 1.5 ഐറ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മളിത് ചേർത്തലയിലുള്ള വണ്ണസിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അവിടെയാണ് 2 ബസ്സുകളും പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഇതവിടെ കിടക്കുന്നുണ്ട്, ഒന്ന് ഇതാ അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഡിഷൻ നെയിം കൊടുത്തിരിക്കുന്നത് ഇൻഫിനിറ്റി എന്നാണ്. നമ്മുടെ ബ്ലൂ കളർ തീമിലുള്ളതിന് സെലസ്റ്റ എന്നാണ് പേരെടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഫിനിറ്റി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വോൾവോ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷേ നമ്മൾ വണ്ണസിൻ്റെ വോൾവോ ഒരു വെറൈറ്റി ആയിട്ടാണ്. വണ്ണസിൻ്റെ ബ്രാൻഡ് നെയിം അവിടെ കൊടുത്തിരിക്കുന്ന കാണാം. മുകളിലായിട്ട് ചേർത്തല അമ്മ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് നെയിമിങ്ങിൻ്റെ അവിടെ ഈ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വണ്ണസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആദ്യത്തെ വോൾവോ 9600 ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ കൗൾ പോർഷനിലേക്ക് വന്നാൽ ഇൻഫിനിറ്റിൻ്റെത് ഒരു റെഡ് യെല്ലോ തീമിലാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൽക്കി ശരണം കാണാം. വോൾവോയുടെ ബ്രാൻഡിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ കൗളുകൾ പ്രത്യേകിച്ച് മെച്ചപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്രാവശ്യം NL രജിസ്ട്രേഷനാണ് ഈ 2 വോൾവോകളും വണ്ണസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഡ്രൈവർ ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ പവേർഡ് ബൈ കോ പൈലറ്റ് AI എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. ഡ്രൈവർ അലേർട്ട് സംവിധാനം ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ഡ്രൈവർ ഡോർ വരുന്നത് ഇത്രയൊരു പോർഷനിലാണ് ഡ്രൈവർ ഡോർ വരുന്നത്. അതുപോലെ ഫ്രണ്ട് വീല് മിഷലിൻ്റെ ടയേഴ്സാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. 295/80R 22.5 സൈസിലുള്ള മിഷലിൻ്റെ ടയേഴ്സാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ ഓപ്പണിങ് ഇവിടെ വരുന്നുണ്ട്. ഇതേ ഭാഗത്ത് തന്നെ അപ്പുറത്തും ഇതിന് ഓപ്പണിങ് വരുന്നുണ്ട്. ഡീസൽ ടാങ്ക് 540 ലിറ്ററാണ് ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി ഈ ഒരു പോർഷൻ ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഡിക്കി സ്പേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ആയിട്ടൊരു വലിയ ഡിക്കി ഓപ്പണിങ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കാണാം. ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോറാണ് വരുന്നത്. അതിൻ്റെ അകത്തുനിന്നുള്ള ഒരു ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു ഡിക്കി ഓപ്പണിങ് വരുന്നുണ്ട്. പിന്നെ മൾട്ടി ആക്സിലായിട്ട് തന്നെ ബാക്ക് വീൽ ടയേഴ്സ് അല്ല വണ്ണസിൻ്റെ ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. വണ്ണസ് പവർഡ് ബൈ ദാസ് ഗ്രൂപ്പ്. ഇനി ഗ്ലാസ് പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 9600 പേര് കൊടുത്തിട്ടുണ്ട്. 9600S വണ്ണസിൻ്റെ വെബ്സൈറ്റ് അവിടെ കാണാം. അതുപോലെ ഇനി ഇവിടെ വരികയാണെങ്കിൽ വോൾവോക്ക് കൊടുത്തിരിക്കുന്നത് 2+1 ഡയമണ്ട് ക്ലാസ് AC സ്ലീപ്പർ എന്നുള്ളൊരു കിഡ്ലൻ പേരാണ് വോൾവോകൾക്ക് വണ്ണസ് കൊടുത്തിട്ടുള്ളത്. അതായതാണ് ഇൻഫിനിറ്റിയുടെ ബാക്ക് വരുന്നത്. ആ ലോഗോ ആ സെൻറ്ററിൽ നല്ല മനോഹരമാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വോൾവോയുടെ ബാഡ്ജിങ്ങിൻ്റെ അവിടെ ആയിട്ട് അതിൽ കേരള ബാംഗ്ലൂർ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടിൽ വരുന്നതിൻ്റെ എൻജിൻ പോർഷനാണ്. ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു ബാക്ക് ലുക്ക് വരുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഗ്രാഫിക്സാണ്. ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിനി രാജേട്ടനാണ്. സിനി രാജേട്ടന് ഇരിക്കാൻ ടൈമില്ലാം കിട്ടുന്നില്ല എന്നുണ്ട്. പ്രകാശിലും കാണാം, വോൾവോയിലും കാണാം, സകലർക്കും സിനി ചേട്ടൻ്റെ സാന്നിധ്യമുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വണ്ണസ് നിന്ന് ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ നല്ല കിടിലൻ ഗ്രാഫിക്സാണ് വരുന്നത്. നമ്മുടെ ATP 2 നമ്മൾ എടുക്കാം. മിസ്സായിപ്പോൾ വണ്ടിയുടെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അപ്പം വണ്ണസിൻ്റെ ഈ ഒരു പേരിൻ്റെ ചുറ്റും കണ്ട് തീകോളം പോലെ നല്ലൊരു മനോഹരമായ ഗ്രാഫിക്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് 2 സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് സിനി രാജേട്ടൻ വരച്ചിട്ടുള്ളത്. വണ്ണസിൻ്റെ ഇപ്പോഴത്തെ ഗ്രാഫിക്സൊക്കെ നല്ല തീ പാർന്ന ഗ്രാഫിക്സുകളാണ് ഇറങ്ങുന്നത്. ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റിൻ്റെ ഒരു ഗ്രാഫിക്സിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? വോൾവോയ്ക്ക് ഈ ബാക്ക് പോർഷൻ വരുമ്പോൾ കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുക. എൻജിൻ പാർട്ട് വരുന്ന ഭാഗത്ത് ഇൻറ്റീരിയറിലും ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻറ്റീരിയറിൽ ഞാൻ കാണിച്ചു തരാം. ഹൈറ്റ് വ്യത്യാസം വരുന്നത് ഞാൻ ഇൻറ്റീരിയറിൽ കാണിച്ചു തരാം. സെലസ്റ്റേൻ്റെ ഗ്രാഫിക്സിൻ്റെ ലുക്ക് വരുന്നത് ഈ പോർഷനിലേക്കൊക്കെ നോക്കി ഗാലക്സിയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. നോക്കി എത്ര മനോഹരമാക്കിയിട്ട് ആ വണ്ണസിൻ്റെ ഇതിനുള്ളിൽ ചെയ്തിരിക്കുന്ന നോക്കി കിടിലൻ ഗ്രാഫിക്സ്. മറ്റേനായിട്ട് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രാഫിക്സാണ്. സെലസ്റ്റേനെക്കാട്ട് നമ്മുടെ ഇൻഫിനിറ്റിയുടെ കുറച്ചുകൂടെ രസമുള്ളത് സെലസ്റ്റേൻ്റെ ഗ്രാഫിക്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഗ്രാഫിക്സ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ആയിട്ട് ഈ പോർഷൻ എന്ന് പറയുന്നത് ഡ്രൈവർ ക്യാബിനാണ്. കോ ഡ്രൈവർക്ക് നല്ല സുഖമായിട്ട് AC കൊണ്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു ക്യാബിനാണ്. ഞാൻ അത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. കോ ഡ്രൈവർക്കുള്ള ക്യാബിനാണിത്. വിശ്രമിക്കാൻ പറ്റിയ AC ഘടിപ്പിച്ചിട്ടുള്ള ക്യാബിനാണ്. ഈ ഒരു പോർഷനിലും വലിയ ലഗേജ് ഏരിയയാണ് വരുന്നത്.
ഈ ഒരു ഓപ്പണിംഗ് വരുന്നത് ഇതിൻ്റെ ആഡ്ബിൾ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. അപ്പോൾ അതായത് ഇതിൻ്റെ ലഗേജ് ഏരിയ ആണ്, ഇത് കണ്ടില്ലേ, ഈ 2 ഓപ്പണിങ് ലഗേജ് ഏരിയ ആണ്. ഇവിടെ ഇതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ബോക്സിനുള്ളിലാണ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെലസ്റ്റൻ്റെ ബാക്ക് ലുക്ക്. ആ ഡിസൈൻ ഇതാ ഇവിടെ ഗാലക്സിയുടെ ഭാഗമൊന്നും ഇല്ലെങ്കിലും ആ കളർ തീം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പറൊക്കെ ഇതിൻ്റെ നമ്പർ LL01B7274 എന്നുള്ളത്, മറ്റേത് 777 എന്നുള്ളതാണ്. 74 എന്നുള്ളതാണ് ഇവരുടെ ഒരു ബ്രാൻഡഡ് നമ്പർ പ്ലേറ്റ് വരിക. ലാസ്റ്റ് എല്ലാത്തിൻ്റെ 74 ആയിരിക്കും. നമ്മൾ പ്രധാനപ്പെട്ട ഭാഗം കാണിക്കാം. വോൾവോൻ്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീലൂടെ കാണാം. അതിൽ ഇവിടെ ആയിട്ട് ഇതിൻ്റെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻറ്റീരിയർ ലൈറ്റ്സ്, AC-യുടെ ഓപ്പറേറ്റിംഗ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇവിടെ കാണാം. അതുപോലെ ഇപ്പുറത്തായിട്ട് ബാക്കിയുള്ള ഇൻറ്റീരിയർ ലൈറ്റ്സിൻ്റെ ഒക്കെ ഓപ്പറേറ്റിംഗ് സ്വിച്ചുകൾ വരുന്നത് ഈ ഒരു പോർഷനിലാണ്. സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ചാർജിംഗ് പോർട്ട് കാണാം, ഡ്രൈവിംഗ് ഓപ്പറേറ്റഡ് ഡോറ് കാണാം. അതുപോലെ ഐ-ഷിഫ്റ്റ് ആണ് വോൾവോ, അതിൻ്റെ ഗിയർ ലിവറാണ് ഈ കാണുന്നത്. അതുപോലെ വോൾവോയുടെ നല്ല മനോഹരമായ ഡ്രൈവർ സീറ്റ്. ഇനി മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനൊരു സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. CCTV ക്യാമറ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡോക്യുമെൻറ്റ് ബോക്സ് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു LED ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും വണ്ടസ് ഇവിടെ വേറെ കാര്യങ്ങളായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് വണ്ടി ഓടി തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. അതുപോലെ ഡാഷ് മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഡാഷ്ബോർഡാണ്. ഡോറിൻ്റെ അടുത്തായിട്ട് ഫോൾഡബിൾ ആയിട്ടുള്ള കോ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ വോൾവോയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 9600S എന്ന് പറഞ്ഞ സ്ലീപ്പർ 8350 ഇതിൻ്റെ വീൽ ബേസ് വരുന്നത് കേട്ടോ. V8R ആണ്. ഇവിടെ മൈക്കിൻ്റെ അടുത്തായിട്ട് ഇങ്ങനൊരു സംഭവം കണ്ടോ, ഡ്രൈവർ ഉറങ്ങുകയോ കോട്ടുവായിടുകയോ ചെയ്യുന്ന സമയത്തൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന സംഭവമാണത്. അലാറം മുഴക്കുകയും ചെയ്യും. നമ്മൾ മിക്ക ബസ്സുകളും കണ്ടിട്ടുണ്ട്. കോ പൈലറ്റ് AI എന്നാണ് ഇതിന് 1S പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈവറുടെ സേഫ്റ്റിയും കൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർക്ക് ഉറക്കം വരികയോ കോട്ടുവായിടുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം അടിച്ചിട്ട് ഡ്രൈവറെ നോട്ടിഫിക്കേഷൻ ചെയ്യുന്ന സംഭവമാണിത്. അപ്പോൾ കയറുന്ന ഡോറിൻ്റെ അവിടെ തന്നെ ആയിട്ട് 1Sൻ്റെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഫ്രം ഔട്ട്സൈഡ് നോട്ട് പെർമിറ്റഡ് വിത്തിൻ ദ കോച്ച്. പാസഞ്ചേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ലഗേജ്. Possession of any illegal items is strictly prohibited by law. No smoking inside. Please help us in maintaining the coach clean. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്, സ്മോക്കിങ്, അതുപോലെ ഇല്ലീഗൽ ഐറ്റംസ്, അത്തരം കാര്യങ്ങളൊന്നും ബസ്സിനുള്ളിലേക്ക് കയറ്റാൻ പാടുള്ളതല്ല. നിങ്ങൾ അകത്ത് കയറിയോ കേട്ടോ. ടോട്ടല് 42 ബർത്തുകളാണ് ഇതിൻ്റെ ഉള്ളിൽ വോൾവോ സ്ലീപ്പേഴ്സിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. താഴെ ഗാങ് വേയിലൂടെ ആയിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നിങ്ങൾ ചപ്പലുകൾ കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്. ബർത്തിൻ്റെ താഴെയായിട്ട് ചപ്പലുകൾ വെക്കണം. അതുപോലെ മുകളിലും 2 സൈഡിലായിട്ട് ലൈറ്റ്സ് പോയിട്ടുണ്ട്. ഇവിടെ ബർത്തിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ സ്ലീപ്പിംഗ് ബർത്തുകളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് വോൾവോ ഒരുക്കിയിട്ടുള്ളത്, പിന്നെ 1S ഒരുക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. വോൾവോയുടെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള പില്ലോ വരുന്നുണ്ട്. അതുപോലെ ബാക്ക് സപ്പോർട്ട് അവിടെ കാണാം, വോൾവോയുടെ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു ബ്ലാക്ക് കളറിലാണ് പില്ലോസും ബാക്ക് സപ്പോർട്ടൊക്കെ വരുന്നത്. മൊബൈൽ ചാർജിംഗ് പോർട്ട് 2 പേർക്കുള്ളതോടെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ കാണാം. കൂടാതെ പ്ലഗ് പോയിൻറ്റും വോൾവോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെൻ്റ് 2 പേർക്കുള്ളത്, അതുപോലെ 2 റീഡിംഗ് ലാംപ്സും മുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിലത്തെ ആ ഒരു റീഡിംഗ് ലാംപ്സിന് അടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 3 കർട്ടൻസ് വരുന്നുണ്ട്. വിൻഡോ സൈഡിലും അതുപോലെ സെൻറ്ററിലും ഈ പാസേജിൻ്റെ അവിടെയും 3 കർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സൈഡിലായിട്ട് പാസഞ്ചേഴ്സിനെ ലഗേജ് വെക്കാനുള്ള, ഹാൻഡ് ബാഗേജ് വെക്കാനുള്ള പോർഷൻ ഇവിടെ നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. 1S എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ആയിട്ട് ഒരു ബോട്ടിൽ കാണാം. ഇവരുടെ ഒരു കിറ്റ് ഉണ്ടാവും. എല്ലാ പാസഞ്ചേഴ്സിനും 1Sൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ വെള്ളം, അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ 1Sൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്ലാങ്കറ്റ്സ് വരുന്നുണ്ട്. ബ്ലാങ്കറ്റ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എല്ലാ ബ്ലാങ്കറ്റ്സും ഡെയിലി വാഷ് ചെയ്തിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. നല്ല ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഇതിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ 1Sൻ്റെ കുറച്ച് റൂൾസ് കാര്യങ്ങൾ നമ്മൾ ബർത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡ് അലോഡ് എല്ലാ ഫ്രണ്ടിൽ പറഞ്ഞാൽ തന്നെ. അതുപോലെ ഫുഡ് വെയർസ് മുകളിൽ വെക്കാൻ പാടില്ല, താഴെ സ്പേസിൽ വെക്കണം. കോച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇവർ ഒരു നോട്ടിഫിക്കേഷൻ പോലെ എല്ലാ ബർത്തിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്ററിലെ ബർത്തിലായിട്ട് ഇവിടെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ, അതായത് ഈ ബ്രൗൺ കൊടുത്തിരിക്കുന്ന പോർഷനിൽ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ സ്റ്റെപ്പ് വരുന്നുണ്ട്. നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ ഈ ഒരു ഡോർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വോൾവോ എല്ലാ വണ്ടികൾക്കും വരുന്ന ഒരു ഫീച്ചറാണത്. ഇവിടെയാണ് അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോർ വരുന്നത്. അതുപോലെ മുകളിലേക്ക് കയറാനുള്ള ലാഡർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്.
കൂടാതെ വോൾവോയുടെ എല്ലാ വിൻഡോകളും ബ്രേക്കബിൾ ആണ്, എമർജൻസി എക്സിറ്റ് ആണ് വരുന്നത്. അതിനുള്ള ഹാമർ കാര്യങ്ങളെല്ലാം ഓരോ ബർത്തിലും ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ബർത്തിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ സെയിം പില്ലോ, അതുപോലെ ബാക്ക് സപ്പോർട്ട് കാര്യങ്ങൾ, മൊബൈൽ ചാർജിങ് പോർട്ട്, ഹോൾഡർ, പ്ലഗ് പോയിന്റ് വരുന്നുണ്ട്, ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ വണ്ണസിൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡബിൾ ബർത്തിനായിട്ട് കുറച്ച് ചെറുതാണ് ഇവിടുത്തെ ലഗേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. വോൾവോ 9600 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുമ്പോൾ കുറച്ച് മുകളിലേക്ക് ടോപ്പിൽ പൊന്തിക്കുന്നതാണ്. അത് എൻജിൻ പാർട്ട് വരുന്ന ഭാഗം ഇവിടെ ഫ്ലോർ ഇവിടെ പൊങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ബർത്ത് വരുന്നത് കുറച്ച് ഹൈറ്റിലാണ് വരുന്നത്. അതിനിവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ ഇരിക്കുക. അതുകൊണ്ടാണ് മുകളിലേക്കും ഇതിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കുറച്ച് ഹൈറ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ ക്യാബിൻ വ്യൂ നല്ല മനോഹരമായിട്ട് കാണാം കേട്ടോ. കുറച്ച് ഹൈറ്റിലാണ് ഈ ഒരു പോർഷൻ ഇരിക്കുന്നത്. അതുപോലെ സേഫ്റ്റി ഇവർക്ക് മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ CCTV ക്യാമറ, ഇൻറ്റീരിയർ വിഷ്വൽസ് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ണസിൻ്റെ പുതുപുത്തൻ വോൾവോ നമ്മൾ കണ്ട സ്ഥിതിക്ക് വണ്ണസിൻ്റെ ഓഫീസോടെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. ഒരാൾ കൊടുത്ത മിനിയേച്ചർ കാണാണ് വണ്ണസിൻ്റെ. മറ്റൊരു CCTV മോണിറ്ററിൻ്റെ ഇവിടെ. ഇവിടെ ഒരു വണ്ണസിൻ്റെ എത്തിക്കുന്ന ഒരു 15 years സർവീസ് എക്സലൻസിൻ്റെ ഒരു മൊമെൻറ്റോ കാണാണ്. ആൽബിച്ചേട്ടൻ ഇതിൻ്റെയൊക്കെ ഒരു ഫാനാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് 16 ശനിയാഴ്ചയാണ്. ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് 17 രാവിലെ ബസ്സിൻ്റെ പൂജ കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിക്ക് കൊല്ലത്തുനിന്ന് ബാംഗ്ലൂരേക്ക് ഈ വോൾവോകൾ സർവീസ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഡെയിലി നമുക്ക് കൊല്ലത്തുനിന്ന് ആലപ്പുഴ, എറണാകുളം വഴി ബാംഗ്ലൂരിലേക്ക് വണ്ണസിൻ്റെ വോൾവോകളും ഇനി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വണ്ണസിലൊരു യാത്ര ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ നിങ്ങൾ ചെയ്യുക. താഴെ നിങ്ങൾ കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ കാണാം. അതിലേക്ക് ബൈ ഫ്രം ബിജി നിലമ്പൂർ.